അപ്പോൾ നമ്മൾ കിഴട്ടാൻ ദ്വീപിലേക്ക് എത്തി. കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് കിഴട്ടാൻ ദ്വീപിലാണ് കേട്ടോ എത്തിയത്. ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കടമത്തേക്ക് ബോട്ടുള്ളത്. അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ പോയേക്കണതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബോട്ട് എടുക്കണത്. അപ്പോൾ അവിടെ ഒരു ചായക്കടയേ ഉള്ളൂ. അപ്പോൾ അവിടെ ജ്യൂസിൻ്റെ ബോർഡൊക്കെ കണ്ട് ജ്യൂസൊക്കെ കുടിക്കാൻ കയറിയതാണ്. പക്ഷേ അവിടെ ചായ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അവിടെ ബോട്ടിറങ്ങി എല്ലാവരും അവിടെ കയറി ചായ കുടിച്ചിട്ട് ലക്ഷദ്വീപിലുള്ളവർ അവിടെ അടുത്തുള്ള പരിചയക്കാരൊക്കെ വീട്ടിലൊക്കെ പോയിരിക്കും. എന്നിട്ട് ബോട്ട് വരുമ്പോഴാണ് കേട്ടോ വരണത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോയിൽ കിഴട്ടാൻ ദ്വീപ് മൊത്തം ചുറ്റിക്കറങ്ങാമെന്ന് ഓർത്ത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ, ഓട്ടോറിക്ഷയും ബൈക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വൈബാണ് ഓട്ടോറിക്ഷയിൽ പോണ. നല്ല സ്പീഡാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷയുടെ സ്പീഡ് പോലെയല്ല കേട്ടോ, അടിപൊളി സ്പീഡാണ്. നല്ല സിനിമ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് പോണത്. അപ്പോൾ കിഴട്ടാൻ ദ്വീപിലെ കാഴ്ചകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു സൈഡിൽ നല്ല സൗന്ദര്യമുള്ള കടലും ഒരു സൈഡിൽ തെങ്ങിൻ തോട്ടാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് വീടുകളൊക്കെ ഉണ്ട്. ചില വീടുകളൊക്കെ നല്ല വീടുകളാണ്, ചിലത് ഇങ്ങനെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ ചില സൈഡിലൊക്കെ റോഡുണ്ട്, ചില സൈഡിലൊക്കെ തെങ്ങിൻ തോപ്പിൻ്റെ ഇടയ്ക്കൂടെ വളഞ്ഞ് പൊളിഞ്ഞാണ് കേട്ടോ ഓട്ടോറിക്ഷയൊക്കെ പോണത്. നല്ല സ്പീഡാണ്, നല്ല രസമാണ് തെങ്ങിൻ തോപ്പിൻ്റെ ഇടയ്ക്കൂടെയുള്ള യാത്ര. അപ്പോൾ പോണ വഴിക്ക് നല്ല സിനിമ പാട്ടൊക്കെയാണ് ഓട്ടോറിക്ഷയിൽ വെച്ചേക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡാണ് കേട്ടോ കാണിക്കുന്നത്, നിറച്ച് തെങ്ങാണ്. ഇപ്പുറ സൈഡ് നല്ല ഭംഗിയുള്ള കടലും. ചെടി എല്ലാ സ്ഥലത്തും കാണാം കേട്ടോ. തനിയെ മണ്ണിലൊക്കെ മുളച്ച് നിൽക്കണ കാണാം. നല്ല ഭംഗിയാണ് അത് അടുപ്പിച്ച് നിൽക്കണ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഏത് ദ്വീപിൽ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ തെങ്ങിൻ തോപ്പാണ്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സ്ഥാപനങ്ങൾ, സ്കൂള് അങ്ങനെയുള്ളതൊക്കെയാണ് നല്ല ബിൽഡിംഗ് ആയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പുറ സൈഡ് കടലാണ് കാണിക്കുന്നത്. ഇത്ര നേരം തെങ്ങിൻ തോപ്പാണ് കേട്ടോ കാണിച്ചത്. പിന്നെ എല്ലാ ദ്വീപിലും എന്തെങ്കിലും കാണാൻ പറ്റിയ അതൊരു പ്രത്യേകത ഒക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. മെയിനായിട്ട് ടൂറിസ്റ്റ് സ്ഥലം ആയിട്ടുള്ളത് കവരത്തിയും കടമത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടമത്തേക്കാണ് പെർമിറ്റ് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് പെർമിറ്റ് എടുക്കുമ്പോൾ 3-4 ദ്വീപിൽ പോകാനുള്ള പെർമിറ്റൊക്കെ അതിലുണ്ടാവും കേട്ടോ. അപ്പം നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള കടലാണുള്ളത്. നല്ല ഭംഗിയാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. മണലും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസ് കാണാനാണ് പോണത്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചപ്പോൾ അവിടെ ഇപ്പോൾ ലൈറ്റ് ഹൗസ് കാണാനാണ് പറ്റുള്ളൂ, അതാണ് കാണാനുള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ബോട്ട് വരുന്നതിന് വെറുതെ അവിടെ ഇരിക്കണ്ടേ, അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോണതാണ്. അപ്പോൾ ആ കാണുന്നത് പാലമല്ല കേട്ടോ. ഞങ്ങൾ പാലം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അല്ല, കടലുള്ള ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ കടലിൽ നിന്ന് വെള്ളം പോണ പൈപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെയൊക്കെ കിണറുണ്ടാവും. കിണറിലെ വെള്ളത്തിനൊന്നും ഉപ്പില്ല, എന്നാലൊരു കനപ്പുണ്ടാവും. അപ്പോൾ ഈ കടലിലെ വെള്ളം ശുദ്ധീകരിച്ച് വന്നതിന് നല്ല ക്ലോറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പൈപ്പ് വെള്ളത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ക്ലോറിനൊക്കെ ഇട്ട് നല്ല ശുദ്ധീകരിച്ച വെള്ളമാണത്. അപ്പോൾ മിക്ക സ്ഥലത്തും കാണാം, മിക്ക ദ്വീപിലുണ്ട് കേട്ടോ ഇങ്ങനെ കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പ് ഒരു ഫാമിലി കൂടി ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ട്. അവരും ഇതേപോലെ ലക്ഷദ്വീപ് കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ വേറെ ഓട്ടോറിക്ഷയിലെ മുമ്പിലാണ് പോണത്.
ഞങ്ങൾ അവരുടെ പുറകെ. അപ്പോൾ ചെറിയ ചെറിയ നല്ല മരങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല ഒരു പ്രത്യേകതരം പച്ച കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് ദ്വീപുണ്ട്. അതിൽ ചില ദ്വീപുകൾക്ക് നല്ല നീളം ഉണ്ടാകും, വീതി കുറവായിരിക്കും. ചില ദ്വീപിന് നീളം കുറവായിരിക്കും, വീതി കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചില ദ്വീപ് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു സൈഡ് കടൽ, ഇപ്പുറത്ത് തെങ്ങും തോപ്പും, പോണ വഴിക്കെല്ലാം കടൽ കാണാം. അങ്ങനെ ഒരു പ്രത്യേകതകളാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഒരു ദ്വീപിൽ നിന്ന് ഒരു ദ്വീപിലേക്ക് 1 മണിക്കൂർ 3 മണിക്കൂറൊക്കെ യാത്രയുണ്ട് കേട്ടോ. അത്ര വേഗം പെട്ടെന്ന് എത്താൻ പറ്റില്ല. ഇപ്പം നമ്മൾ മറ്റേ ചേട്ടലാട്ട് ദ്വീപിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്ത 1 മണിക്കൂർ 3/4 മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മളിപ്പോൾ കിൽട്ടാൻ ദ്വീപിലെത്തിയത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 3 മണിക്കൂർ ബോട്ടിന് യാത്ര ചെയ്താലാണ് കേട്ടോ കടമത്തെത്തുള്ളൂ. അങ്ങനെ അത്രയും മണിക്കൂർ വെച്ചിട്ടുള്ള ദൂരമാണുള്ളത്. അപ്പോൾ സ്കൂളിൻ്റെ എന്തോ കോർട്ടാണ് കേട്ടോ ഇത്. സ്പോർട്സിൻ്റെ എന്തോ കോർട്ടാണ്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ടൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം ലൈറ്റ് ഹൗസിലെത്തി. അപ്പോൾ കയറാൻ പറ്റുമൊന്നുമില്ല, കയറുന്ന സമയം എപ്പോഴാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പോൾ ഞങ്ങളുടെ വേറൊരു ഫാമിലി ഉണ്ടായി. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്ന് എത്താറായപ്പോഴത്തേക്കും കടമത്തേക്കുള്ള ബോട്ട് പിന്നെ സമയമായി. അപ്പോൾ ഇതാണ് കിൽട്ടാൻ ദ്വീപിലെ ലൈറ്റ് ഹൗസ്. അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. മതൻ്റെ തൊട്ടപ്പുറത്തൊക്കെ കടലാണ്.